എ ആണോ ആൻ ആണോ വരേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 എക്സാംസുകളിൽ ചോദിച്ചിട്ടുണ്ട്. EWE. അപ്പം നമ്മൾ അറിയേണ്ടത് ഇവിടെ എങ്ങനെയാണ് ഈ വേർഡ് പ്രിനൗൺസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ കാണുമ്പോൾ നമുക്ക് വവ്വൽ സൗണ്ട് ആയിരിക്കും എന്ന് നമുക്കൊരു പെട്ടെന്നൊരു തോന്നൽ വരും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആൻ എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം EWE എന്ന് പറയുന്ന ഈ വേർഡ് പ്രിനൗൺസ് ചെയ്യേണ്ടത് യു എന്നാണ് പ്രിനൗൺസ് ചെയ്യേണ്ടത്. അതായത് YOU അത് പ്രിനൗൺസ് ചെയ്യത്തില്ലേ, അതുപോലെയാണ് EWE നമ്മൾ പ്രിനൗൺസ് ചെയ്യുന്നത്. യു എന്നാണ് പ്രിനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കൺസണന്റ് സൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിന് മുൻപേ എന്ത് മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ? എ മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ AU എന്നാണ് ഇത് പ്രിനൗൺസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിക്കേ, HOUR. അപ്പോൾ HOUR ആണ്. അതെന്താണ്? ആൻ അവർ ആണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ് ആൻ അവർ, ക്ലാസ്സിൽ പറഞ്ഞാണ് ആൻ അവർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, യുണീക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ യുണീക്ക് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വവ്വൽ ലെറ്ററിലാണെങ്കിലും നമ്മൾ എന്താണ് പ്രിനൗൺസ് ചെയ്യുന്നത്? യുണീക്ക് എന്നാണ് പ്രിനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യുണീക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഇന്ത്യൻ ആണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ ഇന്ത്യൻ. അത് തെറ്റാൻ ചാൻസ് കുറവാണ്. കാരണം ആയതുകൊണ്ട് നമുക്ക് ആൻ എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ ഇന്ത്യൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ടും ആൻ ഇന്ത്യൻ. ഐ ആം ആൻ ഇന്ത്യൻ ബൈ ബർത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഐ ആം ആൻ ഇന്ത്യൻ ബൈ ബർത്ത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നാണ് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈഗിൾ? ആൻ ഈഗിൾ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. OUIGA ബോട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഓജോ അങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വീജ ബോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ. വീജ ബോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ നടത്തുന്നത്. അപ്പോൾ വീജ ബോർഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു കൺസോണന്റ് സൗണ്ട് ആണ്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ? വീജ ബോർഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ നോക്കിക്കേ, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഈജ ബോർഡ് ഈസ്. വീജ ബോർഡ് ഈസ് എന്നാണ് പറയുന്നത്. വീജ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ വീജ ബോർഡ് ഈസിനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ MLA നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. MLA എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ MLA എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത് നോക്കിക്കേ, യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? യെല്ലോ എന്ന് പറയുമ്പോൾ യെല്ലോ എന്നാണ് പറയുന്നത്. ഐ വാസ് വെയറിങ് എ യെല്ലോ ഫ്രോക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഷി വാസ് വെയറിങ് എ യെല്ലോ ഫ്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ യെല്ലോ. അപ്പം നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരെണ്ണം എന്ന് പറയുന്നത് EWE എന്ന് പറയുന്നത്. യു എന്ന് പ്രൊനൗൺസ്